റോണിൻ്റെ ബാറ്ററി ഒരു 3-4 മാസമായിട്ട് കുറച്ച് വയ്യാഴികളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് വണ്ടി കുറച്ച് ഓടി ചൂടായതിന് ശേഷം ഓഫാക്കിയിട്ട് നമ്മൾ വീണ്ടും പവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ആവാതിരിക്കുക, ജംപ് സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ വരിക എന്നിങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു പ്രശ്നം. എന്നാൽ രാവിലെ കാലങ്ങളിൽ അല്ലെങ്കിൽ വണ്ടി തണുത്തിരിക്കുന്ന സമയത്ത് ഓൺ ആക്കുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവും. എനിക്ക് തോന്നുന്നത് ഇതിന് കാരണം ബാറ്ററിയുടെ കോൾഡ് ക്രാങ്കിങ് ആംബിയർ കുറഞ്ഞതാണ്. കാരണം അല്ലാണ്ട് ബാറ്ററി മൊത്തത്തിൽ വീക്ക് ആയിരുന്നെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ തന്നെ കാണിച്ചു തരും. അതായത് ഏത് സാഹചര്യത്തിലും വണ്ടി ഓൺ ആകാതെ വരിക, ഇലക്ട്രോണിക്സ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വരിക. എന്തായാലും വണ്ടി വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി. വണ്ടിയുടെ കൂടെ തന്നെ വന്ന OEM ബാറ്ററി ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ അധികം റിസ്ക് എടുക്കേണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ പുതിയ ബാറ്ററി വെക്കാമെന്ന് തീരുമാനിച്ചു. കാരണം ഇനി മുന്നോട്ട് ഒത്തിരി ലോങ് റൈഡ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. വണ്ടിയുടെ കൂടെ വന്നത് ആമറോണിൻ്റെ ഒരു ബാറ്ററിയാണ്. ഇപ്രാവശ്യം അത് മാറി എക്സിഡ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. എക്സിഡ് എക്സ്പ്ലോറർ എന്നൊരു മോഡലാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എനിക്കായത് 1600 രൂപയാണ്. അത് പഴയ ബാറ്ററി എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങിച്ച പ്രൈസാണ്. അല്ലാണ്ട് ഇതിന് 1950 രൂപയോളം പ്രൈസ് വരുന്നുണ്ട്. വണ്ടി വാങ്ങിച്ചത് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ബാറ്ററി ചേഞ്ച് ചെയ്യുന്നത്. ഇനി എന്തായാലും റോണിൻ പറക്കും. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.